എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ബിഗ് എഡിറ്റോറിയലിലേക്ക് നമ്മൾ കടക്കുകയാണ്. വേണുഗോപാലകൃഷ്ണൻ, രാജ്യത്ത് എല്ലാ സ്ത്രീകളോടും മാപ്പ് ചോദിക്കുന്ന പ്രധാനമന്ത്രി, ബില്ല് പാസ്സാക്കാത്തതിന് രാജ്യത്തെ എല്ലാ സഹോദരിമാരോടും മാപ്പ് ചോദിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജ്യ താൽപര്യം തടഞ്ഞ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്ന, ഓരോന്നായി എടുത്തു പറയുന്ന അരമണിക്കൂർ നീണ്ട അഭിസംബോധന. ശരിയാണ്. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ സ്ത്രീകളോട്, ഇന്ത്യയിലെ വനിതകളോട് പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ചൊരു സന്ദർഭം ഞാൻ ഓർക്കുകയാണത്. സുജയ പാർവതിക്കും അറിയാം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ ഘട്ടമാണ്. അതിന് മുൻപാണ് ഇങ്ങനെ വന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയത്. അതിനുശേഷം പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട് തന്നെ വലിയ ആക്രമണത്തിലേക്ക് ഇന്ത്യ പോവുകയും ചെയ്തു വിജയകരമായി. എന്തായാലും അതിനോട് താരതമ്യം ചെയ്യുന്നില്ല ഇത്. പക്ഷെ അപ്പോഴും ഇവിടെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ മറ്റൊരു ഓപ്പറേഷൻ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് അങ്ങ് മുൻകൂട്ടി കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ താരതമ്യം ഇല്ലെങ്കിൽ പോലും ഒരു വലിയ രാഷ്ട്രീയ യുദ്ധം അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് തന്നെ മോദി ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അന്നത്തേതുപോലെ തന്നെ അദ്ദേഹം ഇന്നും സ്ത്രീകളോട് മാപ്പ് ചോദിച്ചിരിക്കുന്നത്, ക്ഷമ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അതുപോലെ ചോദിക്കുന്നതിനൊപ്പം തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയ പ്രതിപക്ഷം. അപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രൈക്ക് തന്നെയാണ്, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്. തീർച്ചയായിട്ടും അതെ. മാത്രമല്ല, കഴിഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം മോദി ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എന്ന വാക്ക് പ്രയോഗിക്കുന്ന ഒരു പ്രസംഗവും നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. സാധാരണത്തിൽ എന്താണ് ചെയ്യുക? ഈ പരിവാർ പാർട്ടി എന്ന് പറയുക, അതല്ലെങ്കിൽ ഷഹസാദ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുക. അതിൽ നിന്നൊക്കെ മാറി രാഹുൽ ഗാന്ധി എന്നൊരു വാക്ക് മിണ്ടിയിട്ടില്ല. കോൺഗ്രസിന്റെ ശക്തി തിരിച്ചറിഞ്ഞതുപോലെ ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇതിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ 12ാമത്തെ വർഷം അല്ലേ, 12 വർഷത്തിനിടെ പരാജയപ്പെടുന്ന ആദ്യത്തെ ബില്ലാണ്, ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല്. അപ്പൊ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. ഇതിൽ ഒരു കൈക്കരുത്ത്, ഒരു മേൽക്കരുത്ത് രാഷ്ട്രീയത്തിൽ BJPയും അദ്ദേഹം നയിക്കുന്ന കേന്ദ്ര സർക്കാരും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ കാരണമായത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിപക്ഷ ഐക്യനിരയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന വാക്ക് ഇത്രയധികം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഒരു മുന്നറിയിപ്പിന്റെ സ്വഭാവത്തോടെ മോദി പരോക്ഷമായ സന്ദേശവും നൽകുന്നു. കോൺഗ്രസിനെ വിളിച്ചത് പേരെടുത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പറഞ്ഞു എന്നല്ല, കോൺഗ്രസിനെ വിളിച്ചത് പരാദജീവി എന്നാണ്. പരാദജീവി, പരിഷ്കരണ വിരുദ്ധ പാർട്ടി, എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്ന പാർട്ടി, രാജ്യം വളരുന്നതിനെ എതിർക്കുന്ന പാർട്ടി, അങ്ങനെയാണ് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നേർക്കുനേർ കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങളെ എക്സ്പോസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം വന്നാലേ ഇവിടെ നല്ല കാര്യങ്ങൾ നടക്കൂ എന്ന് പറയുന്നതിലൂടെ നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് വലിയ കാര്യങ്ങളാണ്, ചെറുതല്ല ഇത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. കോൺഗ്രസിന്റെ ശക്തി തെളിയിക്കപ്പെട്ടൊരു സന്ദർഭത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതാണ് ഇനി BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും മോദിയുടെയും ആലോചനയിൽ പ്രധാനമായി വരിക എന്നാണ്. കാരണം കോൺഗ്രസ്, TMC, DMK, SP ഇവരുടെ ശക്തി അംഗീകരിക്കുന്നു. ആദ്യമായി നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് രേവന്ത് റെഡ്ഡി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, തെലങ്കാനയിൽ നിന്ന് കൃത്യമായി തുറന്നെതിർക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയക്കുന്നു. നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ എത്ര ശക്തിയോടെയാണ് തെലങ്കാന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാടെടുത്തത്, സ്റ്റാലിൻ നിലപാടെടുത്തത്. നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് മുഖ്യമന്ത്രിമാരാണ് ഏറ്റവും ശക്തമായി തന്നെ നിലപാടെടുത്തത്. മാത്രമല്ല TDPയുടെ 16 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജൈബ് അത് രാഹുൽ ഗാന്ധി നടത്തുന്നു. അതൊരു റിഡിലാണെന്ന് പറയുന്നു. ആ 16 എപ്സ്റ്റീൻ ആണോ TDPയുടെ 16 ആണോ എന്ന് പറയുന്നില്ല. പക്ഷേ അപ്പോഴും അവിടെ കിട്ടുന്ന നമ്പർ 298 ആണ്, 293 അല്ല. ശരിയാണ്, 5 പേരധികമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സംശയമൊന്നും വേണ്ട. പക്ഷേ ഇനിയിപ്പോൾ അത്തരം നേരിയ കണക്കുകൂട്ടലുകളുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന തരത്തിൽ വലിയ കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുകയാണ്. SP ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല, മറ്റേതെങ്കിലും ഒരു പാർട്ടി വിട്ടുനിന്നില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് എന്തായാലും ഇല്ലാതെയായി. അത്ഭുതകരമെന്ന് പറയുന്നത്, ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പരിശ്രമം തുടരുമെന്നാണ്. അതിനപ്പുറത്തേക്ക് പുതിയ വാഗ്ദാനങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പോ ഈ 2023 ബില്ലിനെ സജീവമാക്കിക്കൊണ്ട് ഒരു ഭേദഗതി കൊണ്ടുവന്ന് ഈ പറയുന്ന 2027 അല്ലെ സെൻസസ് എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ സെൻസസ് എന്ന് പറയുന്ന വ്യവസ്ഥ എടുത്തു കളയാം. ഏറ്റവും വേഗത്തിൽ ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം പ്രതിപക്ഷം ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ ആ നിയമം ഇപ്പോൾ നടപ്പാക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അത് ഇപ്പോൾ ഇപ്പോൾ വിഘാതമായി നിൽക്കുന്നത് ഈ ഒരു ക്ലോസ് ആണ്. അതായത് ഏറ്റവും പുതുതായി നടത്തുന്ന സെൻസസിനെ അധികരിച്ചുകൊണ്ടുള്ള ഡീലിമിറ്റേഷൻ അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കൂ. ആ ഒരു ക്ലോസോട് കൂടിയുള്ള വനിതാ സംവരണ ബില്ലാണ് പ്രതിപക്ഷമടക്കം ഒപ്പം നിന്നുകൊണ്ട് പാസാക്കി നിയമമാക്കി ഇപ്പോൾ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഭാഗിക ശരിയാണ്. കാരണം നമ്മെ സംബന്ധിച്ച് ഡീലിമിറ്റേഷൻ, അതുപോലെ തന്നെ സീറ്റുകളുടെ വർധന, ഇതിനേ ഉള്ളൂ സെൻസസ് നിർബന്ധമായിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി സെൻസസ് നടത്തണമെന്നത് നിർബന്ധമാണ്. വനിതാ സംവരണം നടപ്പിലാക്കാൻ സെൻസസ്, വനിതാ സംവരണ ബില്ലിൽ ഈ ഒരു ക്ലോസ് ഇല്ലേ? വനിതാ സംവരണം നടപ്പാക്കാൻ എന്തായാലും ഈ സെൻസസോ അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയമോ സീറ്റുകളുടെ വർധനവോ ഒന്നും ആവശ്യമില്ല. അത് 2023 ഇദ്ദേഹത്തിന്റെ സർക്കാർ തന്നെ ഇത് പാസ്സാക്കുമ്പോൾ കൊണ്ടുവന്ന വ്യവസ്ഥയാണ്.
അന്ന് തന്നെ പ്രതിപക്ഷം അതിനോട് ശക്തമായി വിയോജിച്ചിരുന്നു. ഇത്തരം ഉപാധികൾ എന്തിനാണ് എന്ന്. പകരം ഇപ്പോൾ ഈ 543 സീറ്റില്ലേ, അതിൽ തന്നെ സംവരണം നടപ്പാക്കുമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട അന്നത്തെ വാദഗതി. ഇപ്പോൾ ഒരു പടി കൂടി അവർ കടന്നിരിക്കുകയാണ്. കല്യാൺ ബാനർജിയൊക്കെ പറഞ്ഞത് സുജിയ പാർവതി ശ്രദ്ധിച്ചാണല്ലോ, 50% സംവരണം കൊടുക്കൂ, ക്യാബിനറ്റിൽ 50% സംവരണം കൊടുക്കൂ. എന്തിന് ഒരു നിർമ്മല സീതാരാമന് മാത്രം അവസരം കിട്ടുന്നു? കൂടുതൽ പേർ വരട്ടെ, പ്രധാനമന്ത്രി പദം റൊട്ടേറ്റ് ചെയ്യട്ടെ, സംവരണം കൊടുക്കൂ. എന്തായാലും അടുത്ത തവണ മോദി വരില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ 2023 നിയമം പാസ്സാക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ലേ എന്നതാണ്. കാരണം ഡീലിമിറ്റേഷന് ശേഷം സ്ത്രീ സംവരണം നടപ്പിലാക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ, അങ്ങനെയാണല്ലോ ഈ പുതിയ സെൻസസ്. ആ പുതിയ സെൻസസ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അത് പൂർത്തിയാവുക ഒരു പക്ഷേ 2027 ഒരു മിഡ് 2027, അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഒരു വേഗം വെച്ച് ആ പ്രക്രിയ പൂർത്തിയാകുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 33% സംവരണം നടപ്പാക്കാൻ സാധിക്കുമോ? ഇല്ല. 2034 വരെ കാത്തിരിക്കണം. 15 വർഷം എന്നുള്ള ഒരു കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട്, ഇല്ലേ? 2023. അപ്പോൾ 2038 വരെ മാത്രമാണ് ഈ നിയമം പാസ്സാക്കിയതിന്റെ ഒരു പരിധി. അത് ഏത് സംവരണത്തിന്റെ കാര്യത്തിലായാലും സമാനമായ രീതിയിലാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ പ്രക്രിയ നടക്കുമോ എന്നുള്ള ഒരു സംശയം തന്നെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ കൊണ്ടുവരാൻ, അതിനെ വോട്ടാക്കി മാറ്റാൻ ഞാൻ കരുതുന്നത് ഇതൊരു ബിഗ് പ്ലാൻ ആണ്, അല്ലെ? നരേന്ദ്രമോദിയുടെ ഒരു ബിഗ് പ്ലാൻ ഇതിന് പിന്നിലുണ്ട്, അമിത്ഷായുടെ ഒരു ബിഗ് പ്ലാൻ ഇതിന് പിന്നിലുണ്ട്. അല്ലാതെ അവർ ഇങ്ങനെ ചെയ്യില്ല. പ്രതിപക്ഷം എതിർക്കുന്നു, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നു, കോൺഗ്രസ് അവരുടെ ശക്തി തെളിയിക്കുന്നു, യഥാർത്ഥ പ്രതിപക്ഷമായി അതിന്റെ മുൻനിരയിൽ നിൽക്കാൻ യോഗ്യനാണെന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കുന്നു. പക്ഷേ മറുഭാഗത്ത് നടക്കുന്ന വലിയ കളി, ആ ബിഗ് പ്ലാൻ നമ്മൾ കാണാതെ പോകരുത്. ഇന്നലെ എന്തായാലും ബിഗ് പ്ലാനുകളൊക്കെ ഇതുപോലെ നാം പ്രവചിച്ചിട്ട് അത് പൊളിഞ്ഞു പാളീസാകുന്നതാണ്. സഭയിലെ വോട്ടെടുപ്പ് മാത്രമല്ല വേണുബാലകൃഷ്ണൻ, ഇതൊരു ലോങ് ടേം പ്ലാൻ ആണ്. അതായത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക, സ്ത്രീകൾക്കിടയിൽ ഇത് ചർച്ചയാക്കുക, അതവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രക്രിയ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്, അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ടെലിവൈസ്ഡ് അഡ്രസ് എന്തിനാണ്? ശരിയാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, ഈ 2023 നിയമത്തിലാണ് ഇങ്ങനൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ വനിതാ സംവരണം നടപ്പാക്കാൻ ഈ വ്യവസ്ഥയുടെ ആവശ്യമില്ല. ഈ വ്യവസ്ഥ കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, 2023 ഇങ്ങനൊരു വ്യവസ്ഥ കൊണ്ടുവരുമ്പോൾ ആ വ്യവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വനിതാ സംവരണം നടപ്പാക്കുക എന്നതാണ്. അത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമല്ല, മോദിയുടെ തന്നെ സർക്കാർ കൊണ്ടുവന്ന വ്യവസ്ഥയാണ്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് മോദി പറയുകയാണ് എനിക്ക് തിടുക്കത്തിൽ സംവരണം നടത്തണം. അതിന് ഞാൻ തന്നെ മുൻപ് കൊണ്ടുവന്ന ഈ നിയമമുണ്ടല്ലോ, അതിലൊരു വ്യവസ്ഥ വിലങ്ങ് തടിയാണ്, അതുകൊണ്ട് അത് നമുക്ക് ആദ്യം മാറ്റാം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ജാലവിദ്യകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു ബിഗ് പ്ലാൻ ആണ്. കാരണം പ്രതിപക്ഷത്തിന് ഈ വോട്ടിനിട്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഇത്രയും നമ്പർ ഉള്ളപ്പോൾ, ഒരിക്കലും 234 കയ്യിലുള്ളപ്പോൾ 360 അല്ലെങ്കിൽ 362 എത്തുക എന്നത് സാധ്യമല്ല എന്നുള്ളത്, അത് ജാലവിദ്യയൊന്നും വേണ്ട, കോമൺ സെൻസ് മതി. ആ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. എന്നിട്ടും എന്തിന് ഈ ബില്ല് കൊണ്ടുവന്നു? ആവശ്യമായ ഭൂരിപക്ഷം 3-2 കയ്യിലില്ല എന്നുറപ്പായിരിക്കെ എന്തിനിത് കൊണ്ടുവന്നു? അതിന് പിന്നിൽ ഒരു ബിഗ് പ്ലാൻ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിപ്പോൾ എക്സ്പോസ് ആവുകയാണ്. നരേന്ദ്രമോദിയുടെ ഈ ഇപ്പോൾ നടത്തിയ ടെലിവൈസ്ഡ് അഡ്രസ്സിൽ DMK, തൃണമൂൽ കോൺഗ്രസ്, 2 പാർട്ടികളെയും എടുത്തു നോക്കൂ. ഒന്ന് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഒന്ന് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ DMKയും TMCയും കടന്നാക്രമിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രസ്താവനയ്ക്കുമൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഏപ്രിൽ 23 തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടക്കാൻ പോകുമ്പോൾ, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് 29 വരെ നീണ്ടു നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സമ്മേളനം എന്തിനാണ് വേണുബാലകൃഷ്ണൻ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാകാമല്ലോ. ഇതൊക്കെ ശരിയാണ്. നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാവിയിലെ പ്ലാനിനെ പറ്റിയാണ്. ഞാൻ ഇപ്പോൾ പറയുന്ന 2 രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ, ഭാവിയെ കുറിച്ച് മാത്രമല്ല, കറന്റ് പ്ലാൻ, ഇറ്റ്സ് റണ്ണിംഗ്. ആ പ്ലാനിനെ പറ്റി പറയുമ്പോൾ തന്നെ ഈ 2 രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാകുന്നില്ല. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും വസ്തുതകളാണ്, അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് അവിടെ നിൽക്കട്ടെ. ഇനി താങ്കൾ പറയുന്ന പ്ലാൻ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിലും സംശയമില്ല. പക്ഷേ ഈ പ്ലാനും കൊണ്ട് ബംഗാളിലേക്ക് ചെന്നാൽ ബംഗാളി ജനതയും ദീദിയും തിരിച്ചങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ എത്ര ആളുകളെ നിർത്തിയിട്ടുണ്ട് വനിതകളായിട്ട്? ആ കണക്കിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു മത്സരത്തിന് തയ്യാറായാൽ, ആ മത്സരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ തോറ്റുപോയ പാർട്ടിയാണ് നിങ്ങൾ എന്ന് മമതാ ബാനർജിക്ക് വ്യക്തമാക്കാൻ കഴിയും. തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാരുടെ എണ്ണം ആകെ 29 ആണ്. അതിൽ വനിതാ എംപിമാർ എന്ന് പറയുന്നത് 11 പേരാണ്. ദാറ്റ് മീൻസ് 37.9%. ബിജെപിക്ക് 240 എംപിമാരുണ്ടെങ്കിൽ അതിലുള്ളത് 31 എംപിമാരാണ്. പെർസെന്റേജ് എന്ന് പറയുന്നത് 12.9 ആണോ 37.9 ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെയുണ്ട് ഉത്തരം. ഇത് ലോക്സഭയിലെ കാര്യം. ഇപ്പൊ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പാർട്ടികളിൽ 1-ാം സ്ഥാനത്ത് വനിതകളെ ഏറ്റവും കൂടുതൽ നിർത്തിയിരിക്കുന്ന പാർട്ടി TMC, 2-ാം സ്ഥാനത്ത് CPM അടങ്ങുന്ന ഇടത് പാർട്ടികളുടെ കൂട്ടായ്മ, 3-ാം സ്ഥാനത്ത് കോൺഗ്രസ്, ഏറ്റവും പിന്നിലാണ് BJP. അതെ. അപ്പോൾ വനിതാ സംവരണം അത് ഈ നിയമം പാസ്സാക്കിയിട്ടും എന്തുകൊണ്ട് പാർട്ടികൾ നടപ്പാക്കുന്നില്ല? സ്വന്തം നിലയിൽ പാസ്സാക്കാം, അല്ലെങ്കിൽ സ്വന്തം നിലയിൽ നടപ്പാക്കാം, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണമെന്നില്ല. അങ്ങനെ ഒരു ഇച്ഛയുണ്ടായാൽ മതി. ആ ഒരു ഇച്ഛയുണ്ടാകുന്നില്ല എന്നത് അത് കേരളത്തിലായാലും നമ്മൾ കാണുകയാണ്. എത്രയാണ് ബംഗാളിൽ നിർത്തിയെന്ന് പറയുന്ന ഇടതുപക്ഷം കേരളത്തിൽ എത്ര പേരെ നിർത്തിയിട്ടുണ്ട്? കോൺഗ്രസും BJPയും നിർത്തിയതിനേക്കാൾ കുറവല്ലേ? എത്ര സ്ത്രീകളെ നിർത്തിയിട്ടുണ്ട്? ശരിയാണ്. ഇനി അതുപോലെ തന്നെ സുജയ പറഞ്ഞ ഈ തമിഴ്നാടിൻ്റെയും ബംഗാളിൻ്റെയും ആ 2 ഘട്ടത്തിലും 2 സ്ഥലത്തും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു എന്ന് പറയുന്ന അതിപ്രധാനമായ ഘട്ടം. ഇന്നിപ്പോൾ ഈ പറയുന്ന ബില്ല് തോൽപ്പിച്ചതിന് ശേഷം
ശക്തമായി തമിഴ്നാട്ടിലെ പ്രചാരണ വേദിയിലേക്ക് രാഹുൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ ചില ദിവസങ്ങളിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. സുജയ പാർവതിക്ക് അറിയുന്നത് പോലെ രാഹുൽ ഗാന്ധി എത്തില്ല, രാഹുൽ ഗാന്ധി എത്തില്ല. രാഹുൽ ഗാന്ധിയുടെ തമിഴ്നാട്ടിലെ അസാന്നിധ്യം എന്ന് പറയുന്നത് എന്തൊക്കെയോ അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് ഏറ്റവും കരുത്തോടെ വന്നിറങ്ങുകയാണ്. കാരണം തമിഴ്നാടാണ് ഇതിൽ ചാമ്പ്യൻ ചെയ്തത്, ഇതിന്റെ ഫൈറ്റ്. അവിടെ അത് വിജയിപ്പിച്ചിട്ട് വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ അതിപ്രധാനമാണ്. അദ്ദേഹവും എന്തായാലും ഈ പറയുന്ന ഉത്തരേന്ത്യൻ ബ്രാഹ്മണനാണല്ലോ. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണാണോ എന്നുള്ളത് എനിക്ക് അതേക്കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും ജാതിയേക്കാൾ പ്രധാനം, ജാതി സെൻസസ് അല്ലല്ലോ ഇവിടെ വിഷയം, വനിതാ സംവരണ ബില്ലാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മതമോ ജാതിയോ അത് എന്തുമാകട്ടെ, രാഹുൽ ഗാന്ധി നടത്തുന്ന ഇടപെടലുകൾ അത് കൂടുതൽ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിലൊരു വാക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം പറയുകയാണ് RSSും BJPയും തമിഴ്നാടിനെ ആക്രമിക്കുമ്പോൾ, തമിഴിനെ ആക്രമിക്കുമ്പോൾ, തമിഴ് സംസ്കൃതിയെ ആക്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കാൻ ഞാൻ സ്വയം ഒരു തമിഴനായി എന്ന്. അത് ഇന്ന് വരെ കേൾക്കാത്തൊരു പ്രയോഗമാണ് രാഹുൽ ഗാന്ധിയുടേതായി വന്നത്. തെന്നിന്ത്യ, വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആ പ്രയോഗം കേട്ടിട്ടില്ലായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹം കുറിയൊക്കെ തൊട്ട് വരുന്നതൊക്കെ പ്രിയങ്ക ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും നരേന്ദ്രമോദി ആയാലും എല്ലാ രാഷ്ട്രീയക്കാരും അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നത് ആ നാട്ടിലെ ഒരാളായി മാറിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ മലയാളത്തിൽ പ്രസംഗിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടു കൂട്ടരും ചെയ്യാറുണ്ട്. അതിൽ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചവുമാണ്. ശരിയാണ്, ഇതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രം. കാരണം നമ്മൾ കണ്ടതാണല്ലോ, പ്രധാനമന്ത്രി വന്ന് എത്ര തീർത്ഥങ്ങളിലെ എന്താണ് നടത്തിയത്. അതായത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് തമിഴ്നാട്ടിൽ വന്ന എല്ലാ ക്ഷേത്രങ്ങളിലും പോയി അതിനുശേഷം അതൊക്കെ സ്ഥിരമായി നടത്താറുള്ളതാണ്. ഞാൻ അതിൽ വലിയ കാര്യം കാണുന്നില്ല. കാരണം അത് ജനങ്ങളെ സ്വാധീനിക്കാനുള്ളതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് നരേന്ദ്രമോദി ചെയ്താലും രാഹുൽ ഗാന്ധി ചെയ്താലും. പക്ഷേ ഈ OBC സംവരണത്തെ പറ്റി വളരെ ശക്തമായി സംസാരിക്കുക, ദ്രാവിഡ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഈ സവർണാധിപത്യത്തിനെതിരെയുള്ളതാണ്, മനുവാദത്തിനെതിരെയുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു തമിഴനായി മാറുന്നു എന്ന് പറയുക, അതൊക്കെ രാഷ്ട്രീയ കൗശലമാണ്. പക്ഷേ ഒരു കാര്യം ചെയ്ത് തെളിയിച്ചിട്ട് വന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു അധികം മേൽക്കൈ രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട്ടിൽ ഇപ്പോൾ കിട്ടുന്നു. അത് പ്രധാനവും അത് ഉറപ്പാണ്. കാരണം DMKയുടെ അധികാര തുടർച്ച തമിഴ്നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ രാഹുൽ ഗാന്ധിയുടെ ഈ എടുത്ത സ്റ്റെപ്പ് അത് നമുക്ക് മാറ്റിക്കളയാനേ സാധിക്കില്ല. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി, ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി ഇത്രയും കാലം ഒരു സ്ലോ പേസിലാണ് പോയിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ വിത്ത് മോർ വിഗർ എന്ന് പറയാവുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നുണ്ട്. ആ ഒരു ചേഞ്ച് ഓവർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മേക്ക് ഓവർ സംഭവിക്കുകയാണ്. ആ ഒരു മേക്ക് ഓവർ പീരീഡിൽ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 12 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു തോൽവി കൊടുക്കാൻ പറ്റുകയാണ്. അത് നേർക്കുനേർ നിന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സംസാരിക്കുന്നത് ചാണക്യൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായെ നോക്കി പറയുന്ന പ്രിയങ്ക ഗാന്ധി, അതൊക്കെ ഇപ്പോൾ അവർ തമാശയായി പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നേർക്കുനേർ പോരാടുകയാണ്, പോയി ആലിംഗനം ചെയ്യുകയല്ല. രാഹുൽ ഗാന്ധിക്ക് മാറ്റം വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല കോൺഗ്രസിന് മാറ്റം വന്നിട്ടുണ്ട്. ഖർഗെയ്ക്ക് ഈ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ബിൽ അവതരണ വേളയിൽ. അതാണ് നമ്മൾ ഇവിടെ കാണേണ്ട ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ് ഈ പറയുന്നതെല്ലാം. ഒപ്പം ഒരു കാര്യം കൂടി, തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം വരുമ്പോൾ നാം പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന് തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലാണ്. കേരളത്തിൽ വന്ന് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ പിണറായിയെ ആക്രമിച്ചു, അല്ലേ? അതെ. തമിഴ്നാട്ടിൽ പക്ഷേ ഇവരെല്ലാം ഒറ്റ സഖ്യമാണ്. എന്നിട്ടും തമിഴ്നാട്ടിൽ ഇന്നെത്തിയിട്ട് DMKയ്ക്ക് വേണ്ടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. സ്റ്റാലിൻ എന്ന പേരെടുത്ത് പറയാതിരുന്നു രാഹുൽ ഗാന്ധി. എന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ശക്തി എന്താണ്, അതിൽ തൻ്റെ റോൾ എന്താണ് എന്നത് കൃത്യമായി വന്ന് പറയുകയാണ്. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും രണ്ടിടത്തും കോൺഗ്രസിന്റെ ശക്തി, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ മുന്നണി മുഖമായ താൻ, ആ രൂപത്തിലാണ് തമിഴ്നാട്ടിലേക്ക് കൂടി അദ്ദേഹം എത്തുമ്പോൾ DMK എന്ന് മാത്രം പറഞ്ഞ് സ്റ്റാലിൻ്റെ പേര് മനഃപൂർവ്വം പറയാതിരിക്കുന്നതിലെ രാഷ്ട്രീയമായ പ്രാധാന്യം. തീർച്ചയായും നമുക്കിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ബിൽ പാസ്സാക്കാൻ ഇനിയും അവസരം വരും. ആ അവസരം ഏതാണ്? ആ അവസരം ഉപയോഗിക്കാനായുള്ള കരുനീക്കങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ചർച്ചയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. റാലികളിലേക്ക്, ഡോർ ടു ഡോർ ക്യാമ്പയിനുകളിലേക്കൊക്കെ ഈ വിഷയം സജീവമായി അത് അവരുടേതായ ഒരു മെക്കാനിസം ഉണ്ട്. അതായത് ഒരു മാൻ മിഷൻ മെഷീൻ എന്ന് പറയുന്ന 3Ms, അതാണ് എപ്പോഴും മോദി പരീക്ഷിക്കാറുള്ളത്. അതിൻ്റെ ഒരു മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഈ പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തെ ഞാൻ കാണുന്നത്. കാരണം നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്ന 2014 മുൻപായാലും ഗുജറാത്തിൽ എങ്ങനെയാണ് അധികാരത്തിൽ തുടർന്നത്, ഇപ്പോഴും അവിടെ അവരെ തോൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ മെഷീൻ അവർ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. വോട്ടിംഗ് മെഷീനെ കുറിച്ചല്ല കേട്ടോ, BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആ ഒരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി അവർ കൊണ്ടുപോകുന്നത് ആ രീതിയിലാണ്. അതിനെ തടുക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്നതാണ് ചോദ്യം. സാധിച്ചു എന്ന് നമുക്ക് ഉറപ്പാകണമെങ്കിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിന് മിന്നും വിജയം നേടിക്കൊണ്ട്, അതായത് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടെ TVK ഒരു ഭാഗത്തുണ്ട്, അണ്ണാ DMK ഒരു ഭാഗത്തുണ്ട്, BJP അണ്ണാ DMKയുടെ ഒരു കൂടെ നിൽക്കുന്ന കക്ഷി എന്നേ പറയാൻ കഴിയും. സ്വന്തമായ ശക്തി തമിഴ്നാട്ടിലായിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ചലനം ഉണ്ടാക്കാൻ ഇവർക്ക് ആർക്കാണ് സാധിക്കുക? ഇത് ശരിയായിരിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വനിതാ സംവരണം നേരത്തെ ഇടയ്ക്ക് അവതരിപ്പിക്കുക, അത് പരാജയപ്പെടുക, അങ്ങനെ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഈ പ്രത്യേകമായ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് അതിൽ തിരിച്ചടി നേരിടുമ്പോൾ അത് വനിതാ സംവരണ ബില്ലിന്റെ മാത്രം പരാജയമായി ചുരുങ്ങുകയല്ല.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോദിക്ക് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അറിയാമെന്ന്. മണ്ഡല പുനർനിർണയത്തിലേക്ക് ഇനി കടക്കാൻ കഴിയില്ല, അതടക്കമാണ് വീണത്. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതിലേക്ക് ചടുലമായി നീങ്ങാൻ കഴിയില്ല, കാരണം അതും പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, മണ്ഡല പുനഃക്രമീകരണം, സീറ്റുകളുടെ വർധന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ശക്തമായ പ്രതിരോധമുണ്ടാകുമെന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. അത് പുതിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ്. കാരണം അത് മറികടക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ അവർക്ക് ആവിഷ്കരിക്കേണ്ടി വരും. നിലവിൽ തുടരുന്ന തന്ത്രങ്ങളിൽ ഊന്നി നിന്നാൽ ഇനി കാര്യം നടക്കില്ല. കാരണം എല്ലാവരെയും എല്ലാ കാലത്തേക്കും ഒരേപോലെ ഒരേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കബളിപ്പിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കാനോ സാധിക്കില്ല. അതിപ്പോൾ രാഷ്ട്രീയത്തിലായാലും അല്ലാതെ ആയാലും. അതുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ ഈ അഡ്രസ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പാർലമെന്റിൽ ഇന്നലെ അമിത്ഷാ പറഞ്ഞു, അതിനുശേഷം പ്രതിപക്ഷം ഇത് പുറത്തേക്ക് വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു, പ്രതിപക്ഷം വനിതാ സംവരണത്തിന് എതിരാണ്. ആ നറേറ്റീവ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തെ ചെറുക്കാൻ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വനിതാ സംവരണത്തിന്മേൽ മണ്ഡല പുനർനിർണ്ണയം കൂട്ടിക്കെട്ടിക്കൊണ്ട് 131 അമെന്റ്മെന്റ് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇതെല്ലാം ചേർത്തുള്ള ഒരു ടോട്ടൽ പാക്കേജ് എടുത്ത് മുന്നിലേക്ക് വെച്ചു. അതിനെ നന്നായി ഗാർണിഷ് ചെയ്തു. ഗാർണിഷിംഗ് എലമെന്റ് ആയിരുന്നു വനിതാ സംവരണം. പക്ഷേ ആ ഗാർണിഷിംഗ് എലമെന്റ് എടുത്ത് മാറ്റിക്കൊണ്ട് ദിസ് ഇസ് ദ മെയിൻ ഡിഷ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നിരക്കും സാധിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ ഈ ചർച്ചകളുടെ ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയാണ്, ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ഒരു വാദഗതിയാണിത്. കൂടാതെ ഒരു കാര്യം കൂടി ഇന്ന് നമുക്ക് പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ചയുടെ മാർച്ചും പ്രതിഷേധവും ഒക്കെ ഉണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി തന്നെയാണ് ആ തെരുവ് പ്രതിഷേധത്തിന് നേതൃത്വമൊക്കെ കൊടുത്തത്. എന്നാൽ സവിശേഷമായ ഒരു കാഴ്ച ഇന്നുണ്ടായത്, അവിടെ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് എന്റെ അടുത്ത ഓർമ്മയിൽ എങ്ങുമില്ല മാധ്യമ സമ്മേളനം പ്രിയങ്ക ഗാന്ധി വിളിച്ചു ചേർക്കുന്നു. 12 മണി. അതെ, അപ്പൊ പ്രിയങ്ക ഗാന്ധി അവിടെ വരുന്നു. ജയറാം രമേശൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് സൈഡിൽ. സാധാരണഗതിയിൽ അവിടെ രാഹുലാണ് വന്നിരിക്കാറ്. രാഹുൽ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് പ്രിയങ്ക പകരക്കാരിയായി വന്നത് എന്നുള്ളതല്ല, അത് സിംബോളിക്കാണത്. അവിടെ ഈ വനിതാ ശക്തിയെ ഇവർ ഒരു കള്ളത്തരത്തിലൂടെ ആണ് ഈ വനിതാ ശക്തി അവകാശവാദം ഇവർ നടത്തുന്നത് എന്ന് ശങ്കയില്ലാത്ത വിധത്തിൽ വിശദീകരിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ തന്നെ നിയോഗിച്ചു എന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ തന്ത്രജ്ഞത തന്നെ. ആ തന്ത്രം രാഹുൽ ഗാന്ധിയിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ വെളിപ്പെട്ടതാണ്. 20 വർഷമായി ഞാൻ ശ്രമിക്കുന്നു, പക്ഷേ എനിക്ക് സാധിക്കാത്തത് എന്റെ സഹോദരിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു എന്ന് പറയുന്നു. അത് അമിത്ഷായെ ചിരിപ്പിച്ചതിനെ കുറിച്ചാണ്. പക്ഷേ ആ ചിരിപ്പിച്ചതിനെ കുറിച്ചല്ല, കൃത്യമായി കാര്യങ്ങൾ പോയിന്റഡ് ആയിട്ട് പറയാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് സഭയ്ക്കുള്ളിലും രാഹുൽ പറഞ്ഞു. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിലേക്ക് പ്രിയങ്കയെ നിയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രിയങ്കയാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നുള്ള അറിയിപ്പുകൾ നമുക്കടക്കം AICC നിന്നുള്ള സന്ദേശം വരികയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ബ്രീഫിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, കോൺഗ്രസ് ബ്രീഫിംഗ് എന്നല്ല. തീർച്ചയായിട്ടും അതാണ് രാഷ്ട്രീയമായ തന്ത്രജ്ഞത എന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ 25 മിനിറ്റുള്ള പ്രസംഗത്തിലൂടെ ഗംഭീരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു. പിന്നെ വനിതാ സംവരണ ബില്ലാണ്, അത് സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് സ്ത്രീയെ മനസ്സിലാക്കുന്ന ഒരു ശബ്ദത്തിലൂടെ തന്നെയാണ് ആ കാര്യങ്ങൾ കോൺഗ്രസ് അവതരിപ്പിക്കേണ്ടത്. അതിലൊരു പിഴവും വരാത്ത വളരെ സൂക്ഷ്മമായ പ്രതികരണം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ കോൺഗ്രസിന് നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കുടുംബാധിപത്യം ഇവിടെ ഇന്നും ഇപ്പോൾ മോദി പറയുന്നുണ്ടായിരുന്നു, വനിതാ സംവരണത്തെ കുടുംബാധിപത്യ പാർട്ടികൾ എതിർക്കുന്നു. കോൺഗ്രസ് ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. കാരണം ഈ പരിവാർ പാർട്ടികളിൽ അവരുടെ സ്ത്രീകൾക്ക് കിട്ടുന്ന മേൽക്കൈ ഇതിലൂടെ നഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ അവിടെ രേഖാ ശർമ്മ തെരുവിലിറങ്ങുന്നുവെങ്കിൽ ഇവിടെ സ്ത്രീകൾക്കായി അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് എന്താണ് ചെയ്തത് എന്ന് വിശദീകരിക്കുവാൻ, അവരെ ബോധ്യപ്പെടുത്താൻ പ്രിയങ്ക ഇറങ്ങുന്നു. അങ്ങനെ സാധാരണഗതിയിൽ ഇത്തരം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ പ്രിയങ്ക ഗാന്ധിയേക്കാൾ നമ്മൾ എടുത്തു പറയേണ്ടത് ബിന്ദുകൃഷ്ണൻ അടക്കമുള്ളവരുടെ പേരാണ്. ഇത്രയാണ് അവർ തെരുവിൽ കിടന്ന് പോരടിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൊല്ലം സീറ്റിൽ മത്സരിക്കുന്നവരുള്ള അവരുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കൂ. തെരുവിൽ പോരാടി തന്നെയല്ലേ അവരും വന്നത്. തീർച്ചയായിട്ടും അതെ. ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിയേക്കാൾ മുന്നേ സജീവമായി റായ്ബറേലിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. സോണിയാഗാന്ധിയുടെ ഇലക്ഷൻ മാനേജർ ആയിരുന്നത്. ആ മണ്ഡലത്തിലെ കാര്യങ്ങളടക്കം റായ്ബറേലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് പ്രിയങ്കയാണ്. അതിനുശേഷം അമേഠി തിരിച്ചു പിടിക്കാനായി ആരെ നിയോഗിക്കണമെന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറഞ്ഞതും പ്രിയങ്കയാണ്. കാരണം പ്രിയങ്കയ്ക്ക് അറിയാം, ആരെ നിർത്തിയാൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ സാധിക്കുമോ. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു, നിഷ്പ്രയാസം വിജയിച്ചും വന്നു. ഇതുപോലെ തന്നെ യു പിയിൽ കോൺഗ്രസ് കൈപുള്ളി എവിടെയും എത്താതെ നിൽക്കുമ്പോഴും ആദ്യമായി സംഘടനാ ചുമതലയോടെ അവിടെ പോയി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് ചുക്കാൻ പിടിച്ചതും പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് വലിയ തിരിച്ചടികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും ഇത്തരം രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക, ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ അതിനെ BJPയെ നേർക്കുനേർ നേരിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തെ വനിതകൾ ഇതിന് കണക്ക് ചോദിക്കും. നമ്മളിപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടതാണ് സ്ത്രീകളുടെ ഒരു സ്ത്രീകളുടെ നീണ്ട നിര വോട്ടെടുപ്പിലേക്ക് വരുന്നത് ബീഹാർ അടക്കമുള്ള ഇടങ്ങളിൽ BJPക്ക് ഗുണമായിട്ടുണ്ട്. കേരളത്തിൽ അത് ക്ഷേമ പെൻഷനുകൾക്ക് അനുകൂലമായ വിധിയെഴുത്താണോ അതോ ഇന്ദിരാ ഗ്യാരണ്ടിക്ക് അനുകൂലമായ വിധിയെഴുത്താണോ എന്ന്
മെയ് 4 നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. പക്ഷേ ഒരു 5% ഇൻക്രീസ് സ്ത്രീകളുടെ വോട്ടിങ്ങിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ ഇറങ്ങി കണക്ക് ചോദിക്കണം. സ്ത്രീകൾക്ക് മേൽത്തട്ടിലേക്ക് വരാനുള്ള അവസരം നിഷേധിച്ചവരാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിലേക്ക് പോകുമ്പോൾ, ബംഗാളിൽ നേരത്തെ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിന് കൂടുതൽ എംപിമാർ, നിയമസഭയിൽ പ്രാതിനിധ്യമൊക്കെ വനിതകൾക്കുണ്ട് എങ്കിൽ പോലും അവിടെ സ്ത്രീ വോട്ടർമാർ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇടതുപക്ഷത്തെ 34 വർഷത്തെ ഭരണത്തിൽ നിന്ന് തുരത്തി ഓടിച്ചത് ഇതേ സ്ത്രീകളാണ്. സ്ത്രീ വോട്ടർമാർ കൂട്ടമായി എത്തി ആദ്യത്തെ വോട്ടെടുപ്പിലാണ് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നേരിട്ടത്. ഇപ്പോൾ പൂജ്യമാണ്, സംപൂജ്യരായി നിൽക്കുകയാണ്. അതിപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിലായാലും കോൺഗ്രസും തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ആ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വന്ന മമതാ ബാനർജി അവിടെ കരുത്തയായി മാറി നിൽക്കുകയാണ്. മമതാ ബാനർജി വോട്ടെടുപ്പിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്തേക്കും, അല്ലെങ്കിൽ തൃണമൂൽ അബ്സ്റ്റെയിൻ ചെയ്തേക്കും എന്നൊക്കെ ആയിരുന്നെങ്കിലും അങ്ങനെ അവർ ചെയ്യുന്ന ഒരു സാഹചര്യമല്ല നമ്മൾ കാണുന്നത്. മറിച്ച് കല്യാൺ ബാനർജി ശക്തമായി പാർലമെന്റിൽ, ലോക്സഭയിൽ ആഞ്ഞടിക്കുന്നത് നമ്മൾ കാണുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, പശ്ചിമ ബംഗാളിൽ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ വലിയ നേട്ടമൊന്നും ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് സാധിക്കില്ല, കാരണം അവരുടെ ഒരു കരുത്ത് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ബംഗാളിൽ അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുമോ ഈ ഒരു തന്ത്രം പയറ്റിക്കൊണ്ട്? ഇവിടെ ഇപ്പോൾ സ്ത്രീ ശക്തിയെ പറ്റി പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ അവിടെയാണ് കല്യാൺ ബാനർജിയുടെ ആ പ്രഭാഷണത്തിന്റെ പ്രത്യേകത കിടക്കുന്നത്. കല്യാൺ ബാനർജി പറയുകയായിരുന്നു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എത്ര ശതമാനം വനിതകളാണ് വോട്ട് ചെയ്തത് നിങ്ങൾക്കറിയുമോ? അത് 65% എന്ന് വെച്ചാൽ ആ വനിതകളുടെ മൊത്തം ശക്തിയിൽ അവരുടെ 65% പോയി വോട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മളൊക്കെ ഇവിടെ MP-മാരായിട്ടിരിക്കുന്നത് ഈ 65% വരുന്ന സ്ത്രീകൾ വോട്ട് ചെയ്തതിന്റെ ബലത്തിലാണ്. അവരെ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? പൊളിറ്റിക്കൽ ഗ്രാൻഡ് സ്റ്റാൻഡിംഗ് എന്ന് പറയുമല്ലോ, ചില സന്ദർഭങ്ങളിൽ അത് ഇപ്പോൾ അവർ പ്രതിപക്ഷത്തിനാണ് അത് മേൽക്കൈയിട്ടത്. കാരണം അവർ പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ വനിതാ സമരം നടപ്പാക്കാൻ റെഡിയാണ്. 543 നടപ്പാക്കാം, 50% അതിനപ്പോൾ അവർ പറയുന്നത് 2023 നിയമത്തിൽ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞ നിയമമാണ്, രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമമായി. അതിലുള്ള ഈ ക്ലോസ് ആണ്. ഈ ക്ലോസ് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ സെൻസസ് പൂർത്തിയാകണം. ഇപ്പോൾ ഓൺഗോയിങ് സെൻസസ് ആണ്. അത് പൂർത്തിയാക്കിയതിനു ശേഷം മണ്ഡല പുനർനിർണ്ണയം എന്ന് പറയുന്ന മറ്റൊരു കടമ്പ കൂടിയുണ്ട്. സീറ്റെണ്ണം കൂട്ടിയിട്ടേ ഇത് നടപ്പാക്കാൻ കഴിയൂ. അല്ലായിരുന്നെങ്കിൽ അന്ന് ഈ 2023 നിലവിലെ സീറ്റുകളിൽ നടപ്പാക്കാം, 2011 സെൻസസ് വെച്ചുകൊണ്ട് അങ്ങനെയും നിയമം തയ്യാറാക്കാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അതെ. ഈ വ്യവസ്ഥ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വ്യവസ്ഥ കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഈ വ്യവസ്ഥ കൊണ്ടുവന്നിട്ട് അതാണിപ്പോൾ ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നതും നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാരിനാണ് ചുവടുമാറ്റം. കാരണം പ്രതിപക്ഷം ഈ 2023 പറയുന്നു 543 ഈ സംവരണം നടപ്പാക്കിക്കൊള്ളൂ, 2026 അവർ പറയുകയാണ് 543 സംവരണം നടപ്പാക്കിക്കൊള്ളൂ. ആ ഗ്രാൻഡ് സ്റ്റാൻഡിങ്ങിനെ നേരിടാൻ എന്തായാലും ട്രഷറി ബെഞ്ചിന് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ പാർലമെന്റിൽ പരാജയപ്പെട്ടു. പക്ഷേ പാർലമെന്റിന് പുറത്തെ രാഷ്ട്രീയ പോരാട്ടത്തിൽ നരേന്ദ്രമോദിയുടെ അതുപോലെ തന്നെ അമിത്ഷായുടെ ഒരു ചാണക്യ ബുദ്ധിയൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. കാരണം ഇതുവരെ അവർ എങ്ങനെയാണ് 3-ാം ഊഴത്തിലേക്ക് വരെ എത്തിയത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള പാഠമാണ്. 2 ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ട് ഇന്ത്യ മുന്നണി ഒന്നിച്ച് പരിശ്രമിച്ചിട്ട്, അതായത് എല്ലാവരും ചേർന്നു. ഇന്ത്യ മുന്നണിയിൽ ചേരാത്ത പാർട്ടികൾ ആരൊക്കെയാണെന്ന് എണ്ണിയെടുക്കുന്നതാണ് എളുപ്പം. അത്രയേറെ ഒന്നിച്ച് നിന്നിട്ടും അവരെ 3-ാം ഊഴത്തിൽ നിന്ന് തടയാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത് മറികടക്കുന്നതിനായി ആവിഷ്കരിക്കുന്ന പുതിയ തന്ത്രം എന്തായിരിക്കും? അതാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ ആകാംക്ഷയുടെ ഞാൻ ഉറ്റുനോക്കുന്നത്. കാരണം സ്ത്രീകളുടെ അവകാശങ്ങളുടെ മേലുള്ള അതിക്രമമാണ്. സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് കൂടിയാണ് ഈ ബിൽ കൊണ്ടുവന്നത്. മണ്ഡല പുനർനിർണ്ണയ ബിൽ എന്നുള്ള വാക്ക് നരേന്ദ്രമോദി ഇന്നത്തെ ഈ അരമണിക്കൂർ അഡ്രസ്സിൽ ഒരിടത്തും ഉപയോഗിച്ചില്ല. വനിതാ ബിൽ, അല്ലെ, വനിതാ ബിൽ എന്നത് മാത്രമാണ്. നാരി ശക്തി വന്ദന അധിനിയത്തെ കുറിച്ച് മാത്രമാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ്. മറ്റ് 2 ബില്ലുകളെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, മണ്ഡല പുനർനിർണ്ണയം എന്നുള്ള ക്ലോസ് കൊണ്ടുവന്നതിനെ കുറിച്ച് പറയാൻ അറിയാഞ്ഞിട്ടില്ല. അത് മനഃപൂർവ്വമാണ്. ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അതായത് ഐസിംഗിൽ മാത്രമായിരിക്കും ശ്രദ്ധ, മെയിൻ ഡിഷ് അവർ വിട്ടുകഴിഞ്ഞു. തീർച്ചയായിട്ടും അതെ. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ പോലും എത്രയൊക്കെ ഈ പറയുന്ന നാരീശക്തി അധിയാൻ, അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഉദ്ദേശിച്ചത്, എന്തൊക്കെ നീക്കങ്ങളാണ് അതിനുവേണ്ടി നടത്തിയത് എന്നത് മുഖം മൂടി അഴിച്ചു കാണിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ മുഖം മൂടി അഴിഞ്ഞുവെന്ന്. അത് അദ്ദേഹത്തിന് പറയാം. പക്ഷേ ഇന്ത്യയിലെ സ്ത്രീ ശക്തിക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ തുറന്നു കാട്ടപ്പെട്ടത് ഈ സർക്കാരാണ്. കാരണം 2 ഘട്ടങ്ങളിൽ 2 തരം ഉപാധികളായിട്ട് വരികയാണ്. ഒരു തവണ 2000 ഈ പറയുന്ന ഏറ്റവും ഒടുവിലത്തെ സെൻസസ് എന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു ഏറ്റവും ഒടുവിലത്തെ അല്ല ഏതെങ്കിലും ഒരു സെൻസസ് എന്ന് പറയുന്നു. അപ്പൊ ഈ ചുവടുമാറ്റങ്ങളെല്ലാം കാണാം. പിന്നെ BJP ഇതുവരെ നടത്തി വരുന്ന ഈ പറയുന്ന വലിയ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോഴും ഈ ടിക്കറ്റ് കൊടുക്കുന്നതിലടക്കം ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഒരാളെ പോലും മത്സരിപ്പിക്കരുതെന്ന ബോധ്യമുണ്ടല്ലോ. ഒരു മുസ്ലിമിന് പോലും ടിക്കറ്റ് കൊടുക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആകെക്കൂടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നത് നമ്മുടെ ഇവിടുത്തെ അബ്ദുൽ സലാം മാത്രമാണ് കേരളത്തിൽ, അല്ലെ, മലപ്പുറത്ത്. ആ ഒരൊറ്റയാളല്ല, അദ്ദേഹത്തിനാണെങ്കിൽ മോദി പോയ വണ്ടിയിൽ കയറാനും പറ്റിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അത്രയും ശ്രദ്ധയും ജാഗ്രതയും വണ്ടിയിൽ ഇവിടെ നിന്നുള്ളവർ കയറ്റിയതുമില്ല. അത്രയും ജാഗ്രത കാണിക്കുന്ന അദ്ദേഹത്തിന്
എന്തായാലും സ്ത്രീകൾ കുറെ കൂടി ടിക്കറ്റ് കൊടുക്കുന്നതിൽ കുറെ കൂടെ ശ്രദ്ധയാകാവുന്നതാണ്. അല്ല, ടിക്കറ്റ് കൊടുക്കുമായിരിക്കും. ബിൽ പാസ്സാക്കാത്തതിൽ താനും ദുഃഖിതനാണെന്ന് പറയുമ്പോൾ ആ ബില്ല് പാസ്സായില്ലെങ്കിലും ഇനി അങ്ങോട്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ശേഷം ഒരു വനിതയെ പ്രധാനമന്ത്രിയാക്കുന്ന ഒരു നീക്കത്തിലേക്കൊക്കെ അദ്ദേഹം വിചാരിച്ചാൽ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നീക്കത്തിലേക്ക് അങ്ങനെയല്ലേ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് ഒരു പാർട്ടി തെളിയിക്കേണ്ടത്. ഇപ്പോൾ നിർമ്മല സീതാരാമനുണ്ട്, നേരത്തെ സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു. അതായത് മറ്റ് മന്ത്രിമാരുണ്ട് എങ്കിൽ പോലും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്നവരായിട്ട് നമ്മൾ എടുത്തു പറയുന്ന രണ്ടുപേർ, ഒന്ന് നിർമ്മല സീതാരാമനും ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന സുഷമ സ്വരാജുമാണ്. ഈ രണ്ടുപേരാണ് ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്ന സ്ത്രീകളായി ഈ പാർലമെന്റിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം എനിക്ക് ശേഷം BJP 2029 അധികാരത്തിൽ വരികയാണെങ്കിൽ, NDA വരികയാണെങ്കിൽ ഒരു വനിതാ പ്രധാനമന്ത്രിയെ ഞങ്ങൾ രാജ്യത്തിന് തരുമെന്ന് ഇപ്പോഴേ അനൗൺസ് ചെയ്യാമല്ലോ. രാജ്യത്തെ സ്ത്രീകളുടെ ദുഃഖം മാറ്റാമല്ലോ. അതിന് പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്നതറിയാൻ കാത്തിരിക്കുക. ഇനി